நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അവസാനിക്കുകയാണ്. നിത്തൽ വെണ്ണപ്പം എന്ന, അതായത് തൻ്റെ മാലിന്യങ്ങളെല്ലാം നീക്കാൻ ശിവഭഗവാനോടുള്ള അപേക്ഷയുടെ അവസാനത്തെ അഭ്യർത്ഥനകളാണ് ഇനി നാം കാണാൻ പോകുന്നത്. നോക്കൂ. താരങ്ങളൊത്ത തലയോട്ടിയാൽ മാല ചൂടി തീയുമിഴന്ന നാഗാഭരണമാർന്ന വീര, കൈയൊഴിഞ്ഞിടൽ എന്നെ വിടുകിൽ മറ്റുള്ളവർ ആരുടെ അടിയാൻ നീ എന്ന് ചോദിച്ചിടുകിൽ തിരുവുത്തര കോശമംഗക്കരജനുടെ അടിയാർക്കും അടിയാൻ ഞാനെന്നാൽ ഹസിക്കും നിന്നെ. ആൾക്കാർ എന്നോട് ചോദിക്കും, ആരുടെ അടിയാനാണ് നീ? അപ്പോൾ ഞാൻ എന്തു പറയും? തിരുവുത്തര കോശമംഗക്കരജനായ ശിവഭഗവാന്റെ അടിമയാണ് ഞാൻ, അടിയന്മാരുടെ അടിയാനാണ് ഞാനെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇത് കേട്ട് എന്നെ പരിഹസിക്കും. എന്നെയല്ല, ഭഗവാനെ പരിഹസിക്കും. ഭഗവാനെ പരിഹസിക്കാൻ കാരണം എന്താണ്? നീ അത്രയ്ക്ക് ദുഷ്ടനാണ്, അല്ലെങ്കിൽ അത്രയ്ക്ക് അജ്ഞനാണ്. അങ്ങനെ അജ്ഞനായ നിന്നെ ഭഗവാൻ അടിമയാക്കിയത് ഉചിതം തന്നെ. കാരണം എന്താ? ഭഗവാനും ഇതേപോലുള്ള ഒരാളാണ് എന്ന മട്ടിൽ ഭഗവാനെ പുച്ഛിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാം. എങ്ങനെയുള്ള ശിവഭഗവാനാണെന്ന് നോക്കൂ. താരങ്ങളൊത്ത തലയോട്ടിയാൽ മാല ചൂടി. തലയോട്ടി മാലയാണ് ധരിച്ചിരിക്കുന്നത്. അതെങ്ങനെ? പുഷ്പങ്ങളാകുന്ന തലയോട്ടികളാകുന്ന മാലയാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊരു വിരോധാഭാസം നോക്കൂ. സാധാരണ ദേവന്മാരെല്ലാം തന്നെ പുഷ്പങ്ങളെ കൊണ്ടാണ് മാല ചൂടുന്നത്. ഇവിടെ ശിവൻ തലയോട്ടി കൊണ്ടാണ് മാല ചൂടിയിരിക്കുന്നത്. പിന്നെ തീയുമിഴുന്ന നാഗാഭരണമാർന്ന വീര. ഇദ്ദേഹത്തിൻ്റെ ആഭരണം എന്താ? തീ പോലെ മിഴിയുള്ള നാഗങ്ങളാണ്, പാമ്പാണ്, സർപ്പമാണ് അങ്ങയുടെ ശിവഭഗവാന്റെ ആഭരണം. അപ്പോൾ എന്തൊരു വിരോധാഭാസം നോക്കൂ. കപാല തലയോട്ടിയാണ് മാലയെ അണിഞ്ഞിരിക്കുന്നത്, പിന്നെ പാമ്പിനെയാണ് ആഭരണമായിട്ട് അണിഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള അല്ലയോ ഭഗവാൻ, അങ്ങ് എന്നെ കൈവിട്ടാൽ എന്താണ് സംഭവിക്കുക? കൈവിട്ടില്ല എങ്കിൽ, കൈവിടുകയാണ് എങ്കിൽ ആരുടെ അടിയാൻ നീ എന്ന് ചോദിക്കും. ആൾക്കാരെന്നോട് ചോദിക്കും, ആരുടെ അടിയാനാണ് നീ? അപ്പോൾ ഞാൻ പറയും, ഞാൻ ഉത്തര കോശമംഗയ്ക്ക് അരജനായ ശിവഭഗവാന്റെ അടിയാർക്കടിയാൻ ഞാനെന്ന് ചൊല്ലുമ്പോൾ അവർ ഈ ശിവഭഗവാനെ പരിഹസിക്കും. അവർക്ക് പരിഹസിക്കാൻ ഇപ്പോൾ തന്നെ, ശിവഭഗവാനെ പരിഹസിക്കാൻ ഇപ്പോൾ തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്, അദ്ദേഹം അണിഞ്ഞിരിക്കുന്ന മാല തലയോട്ടി കൊണ്ടുള്ള മാലയാണ്. അതുപോലെ ആഭരണമായിട്ട് അണിഞ്ഞിരിക്കുന്നത് പാമ്പിനെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ശിവഭഗവാനെ സാധാരണ ജനങ്ങൾ പുച്ഛിക്കാനാണ്, ഹസിക്കാനാണ്, പരിഹസിക്കാനാണ് സാധ്യത. പിന്നെ മാത്രമല്ല, വെറുപ്പേറ്റിടും എൻ്റെ വാഴുവും സേവയും മീശനുള്ളതെന്നാൽ നിന്നെ ചിരിക്കുമാറായി തീർക്കും. എന്നെ നീ കൈവിടല്ലേ, കൈവിട്ടാൽ ആനയുടെ തോലുരിച്ചവൻ
പുലിത്തോലണിഞ്ഞിടും ഭ്രാന്തൻ, നഞ്ഞുണ്ട ഭ്രാന്തൻ, ചുടുകാട്ടിൽ തീയെടുത്താടി എന്നെയും ആളും ഭ്രാന്തനെന്നോതിഹസിച്ചിടും. ജനങ്ങളപ്പോൾ ശിവഭഗവാനെ പരിഹസിക്കുമെന്നാണ് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞിട്ട്? എന്നെ നീ വെറുപ്പുറ്റ സേവയും പറ്റിയിടും, എൻ്റെ വാഴ്വും സേവയും ഈശനുള്ളതെന്നാൽ ആൾക്കാർ പരിഹസിക്കും. കാരണം എന്താ? അത്രയ്ക്ക് നിസാരനായ അല്പനായ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഈ വ്യക്തിയുടെ ശരണാഗതി അടഞ്ഞിരിക്കുന്ന ഭഗവാൻ തീർച്ചയായും അതേപോലെയുള്ള ആളായിരിക്കും. എങ്ങനെയാണ്? ആനയുടെ തോലുരിച്ചവനാണ്, പുലിത്തോലണിയുന്ന ഭ്രാന്തനാണ്, നഞ്ചുണ്ട വിഷം കഴിച്ച കാളകൂടം വിഷം കഴിച്ച ഭ്രാന്തനാണ്, ചുടുകാട്ടിൽ തീയെടുത്ത് നൃത്തമാടുന്ന ശിവനെയാണ് നാം കാണുന്നത്. അയാൾ ഭ്രാന്തനാണെന്ന് ജനങ്ങൾ പരിഹസിച്ച് ചിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ശിവൻ്റെ വിശേഷണങ്ങളാണ്. നാം കഴിഞ്ഞ ദിവസം കണ്ട നിന്ദാസ്തുതിയാണ്. അപ്പോൾ ശിവൻ തലയോട്ടിമാലയാണ് അണിഞ്ഞിരിക്കുന്നത്, പിന്നെ ആഭരണമായിട്ട് പാമ്പിനെയാണ് അണിഞ്ഞിരിക്കുന്നത്, പിന്നെ ആനത്തോൽ ഉരിച്ചവനാണ് ശിവഭഗവാൻ, പിന്നെ അണിയുന്നത് വസ്ത്രമായി ധരിക്കുന്നത് പുലിത്തോലാണ്, ഭ്രാന്തനാണ്, നഞ്ഞുണ്ട ഭ്രാന്തൻ, ചുടുകാട്ടിൽ തീയെടുത്ത് താണ്ഡവമാടുന്ന ഭ്രാന്തൻ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ അങ്ങയെ പരിഹസിക്കും. അത് അങ്ങയെ കേൾക്കണോ എന്ന് ചോദിക്കുകയാണ്. അതുചിതമാണോ അങ്ങ് കേൾക്കേണ്ടി വരിക എന്നുള്ളത്? അതുകൊണ്ട് അല്ലയോ ഭഗവാൻ, അങ്ങ് എന്നെ എങ്ങനെയെങ്കിലും ഭക്തനായിട്ട് സ്വീകരിക്കുക, ഇല്ലെങ്കിൽ ജനങ്ങൾ ഇതേപോലെയൊക്കെയുള്ള പരിഹാസ വചനങ്ങൾ കൊണ്ട് അങ്ങയെ പരിഹസിച്ച് ഭ്രാന്തനെന്ന് വിളിച്ച് പരിഹസിക്കും. അതുകൊണ്ട് അല്ലയോ ഭഗവാൻ, അങ്ങ് എന്നെ സ്വീകരിച്ചാലും എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നാം കഴിഞ്ഞ ദിവസം കണ്ട നിന്ദാസ്തുതിയാണ്. പ്രത്യക്ഷത്തിൽ ശിവനെ നിന്ദിക്കുകയാണെന്ന് തോന്നും, പക്ഷേ അതെല്ലാം സ്തുതിയാണ്. സംഹാരരുദ്രൻ്റെ ഒരു ഭീകരമായ ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. അണിഞ്ഞിരിക്കുന്നത് തലയോട്ടി മാലയാണ്. അതേപോലെ തന്നെ ശിരസിൽ ചൂടിയിരിക്കുന്നതും ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളുമെല്ലാം തന്നെ പാമ്പിനെയാണ് ആഭരണങ്ങളായി അണിഞ്ഞിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ആനയുടെ തോല് ഉരിച്ചവനാണങ്ങ്, പിന്നെ പുലിത്തോലണിയുന്നവനാണ്, നഞ്ചുണ്ട ഭ്രാന്തനാണ്, ചുടുകാട്ടിൽ തീയുമായി അഗ്നിയും എടുത്തുകൊണ്ട് താണ്ഡവമാടുന്ന സംഹാരരുദ്രനാണ് ഭഗവാൻ എന്നൊക്കെയാണ് അവിടെ ശിവനെ ജനങ്ങൾ വിളിച്ച് പരിഹസിക്കുന്നത്. വർത്തമാനകാലവുമായിട്ട് ഇതിന് ബന്ധമുണ്ട് എന്ന് കൂടി ഓർക്കുക. ഇന്ന് സംഹാരരുദ്രനായ ശിവൻ്റെ രൂപമാണ് നാം ഇന്ന് ഈ ഭാരതഭൂമിയിൽ കാണുന്നത്. അപ്പോൾ സംഹാരരുദ്രൻ്റെ ഭീകരമായ താണ്ഡവ നൃത്തമാണ് ഇവിടെ മാണിക്യവാചകർ ആവിഷ്കരിക്കുന്നത്. പരിഹസിക്കലും നിന്നെ ഞാൻ സ്തുതിക്കലും പിഴയോർത്ത് അഴലാർന്നോരെന്നെ നീ കൈവിടല്ലേ. എന്നെ നീ ഒരു കാരണവശാലും കൈവിടരുതേ. നിന്നെ ഞാൻ പരിഹസിച്ച് ചിരിച്ചാലും, പരിഹസിച്ച് കവിത എഴുതിയാലും, അതുപോലെ സ്തുതിഗീതങ്ങൾ ആലപിച്ചാലും എല്ലാം എൻ്റെ പിഴയെന്ന ഓർത്ത് എന്നെ നീ ഒരിക്കലും കൈവിടല്ലേ. എൻ്റെ എല്ലാ അവിവേകവും ക്ഷമിച്ച് എന്നെ നീ സ്വീകരിക്കണമേ, എന്നെ കൈവിടല്ലേ. പവിഴമാലയൊത്ത് തിളക്കമാർന്നവനെ, തിളക്കമാർന്ന പവിഴം പോലെ തിളക്കമാർന്ന ശരീരത്തോടു കൂടി അല്ലയോ ഭഗവാനെ, എന്നെ ആളും അരജ ചെറിയോരോട് കൃപയാർന്ന് നഞ്ഞുണ്ട് അമൃതെല്ലാവർക്കും ഏകിയോനെ. നീ എങ്ങനെയുള്ളവനാണ് അല്ലയോ ശിവഭഗവാനെ, സംഹാരരുദ്രനായ ശിവഭഗവാനെ, അങ്ങ് ചെറിയോർക്ക്, ഏറ്റവും പാവപ്പെട്ടവർക്ക് കരുണയാൽ
അവരുടെ പാപത്തെ മുഴുവനും നഞ്ഞിനെ മുഴുവനും വിഷത്തെ മുഴുവനും പാനം ചെയ്ത വിഷപാനിയാണല്ലയോ ഭഗവാൻ അങ്ങ്. സാധാരണ ദരിദ്രരായ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ വിഷത്തെ മുഴുവനും ഭക്ഷിച്ച ആ വിഷഭക്ഷകനായ വിഷത്തെ ഭക്ഷിച്ച ശിവഭഗവാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു? എല്ലാവർക്കും അമൃതയേകുന്നു. എല്ലാവർക്കും അമൃത്, ചിരഞ്ജീവിത്വം നൽകുന്ന, സുഖസമൃദ്ധി നൽകുന്ന അമൃത് എല്ലാവർക്കും നൽകുന്ന സംഹാരരുദ്രനായ ശിവനെയാണ് ഇവിടെ മാണിക്യവാചകർ പ്രകീർത്തിക്കുന്നത്. അപ്പോൾ നാം ഇവിടെ കാണുന്നത് സംഹാരരുദ്രനായ ശിവൻ. ഈ സംഹാരരുദ്രനായ ശിവൻ തലയോട്ടിമാലയണിഞ്ഞ്, പാമ്പുകളെ ആഭരണങ്ങളായി അണിഞ്ഞ്, പുലിത്തോലുടുത്ത്, ആനത്തോലുരിച്ച്, നഞ്ഞുണ്ട നായകനായ ആ സംഹാരരുദ്രനായ രുദ്രഭഗവാൻ ഇതാ നമ്മുടെ മുമ്പിൽ താണ്ഡവമാടുന്നു. ആ ഭഗവാന്റെ മുമ്പിൽ എന്നെ അടിയാന്മാർക്കും അടിയാനായി എന്നെ സ്വീകരിച്ചാലും എന്ന് ശിവഭഗവാനോട് മാണിക്യവാചകർ താണു വീണ് കേണ് അപേക്ഷിക്കുന്ന ചിത്രമാണ് നാം കാണുന്നത്. ഇവിടെ നാം ഒരു കാര്യം കൂടെ ഓർക്കണം. വിഷ്ണു ഭഗവാൻ ശിവനെ പ്രീതിപ്പെടുത്താൻ ശിവസഹസ്രനാമങ്ങൾ ഉച്ചരിക്കേണ്ടായി. അതായത് ദേവന്മാർക്ക് വല്ലാതെ അപകടം സംഭവിച്ചപ്പോൾ അസുരന്മാർ ദേവന്മാരെ നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ആ നാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വിഷ്ണു ഭഗവാനെ അവർ അഭയം പ്രാപിച്ചു. പക്ഷേ വിഷ്ണു ഭഗവാൻ അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആ വിഷ്ണു ഭഗവാൻ ശിവൻ്റെ അടുത്ത് ചെന്നിട്ട് ശിവനെ സഹസ്രനാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പാടിക്കൊണ്ട് പ്രകീർത്തിച്ച് ശിവനെ പ്രത്യക്ഷപ്പെടുത്തുകയും ശിവാനുഗ്രഹം നേടുകയും അങ്ങനെ അസുരനിഗ്രഹം നടത്തുകയും ചെയ്തതായിട്ട് നാം പുരാണങ്ങളിൽ വായിക്കുന്നുണ്ട്. ഇവിടെ 1000 സഹസ്രനാമങ്ങൾ ഉച്ചരിച്ചപ്പോൾ ഓരോ സഹസ്രനാമം ഉച്ചരിക്കുമ്പോഴും വിഷ്ണു ഭഗവാൻ ഓരോ താമരപ്പൂവാണ് അർച്ചിച്ചത്. അങ്ങനെ 999 നാമങ്ങളും ഉച്ചരിച്ചു കഴിഞ്ഞപ്പോൾ 1000ാമത്തെ നാമം ഉച്ചരിക്കാൻ നേരത്ത് പുഷ്പമില്ല, താമരപ്പൂവില്ല, തീർന്നുപോയി. 999 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1000ാമത്തെ താമരപ്പൂവായിട്ട് സങ്കല്പിച്ചത് തൻ്റെ കണ്ണ് പിഴുതെടുത്തിട്ട് താമരപ്പൂവായി സങ്കല്പിച്ചിട്ടാണ് വിഷ്ണു ഭഗവാൻ ശിവനെ അർച്ചിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെ സ്വന്തം കണ്ണ് ആകുന്ന താമരപ്പൂവ് അർപ്പിച്ച് ശിവനെ പ്രീതിപ്പെടുത്തിയതാണ് ശിവനാമ സഹസ്രാവലി. 1000 നാമങ്ങളാണ് അതിലുള്ളത്. അതിലെ അതിൻ്റെ അർത്ഥം മാത്രം നമുക്ക് നോക്കാം. സുഖം നൽകുന്നവനാണ് ശിവൻ, ഹരിക്കുന്നവൻ. മൃഡൻ എന്നാണ് വാക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ രുദ്രൻ, ദുഃഖമകറ്റുന്നവൻ. പിന്നെ പുഷ്കരൻ, ആകാശസ്വരൂപൻ. പുഷ്പലോചനൻ, പുഷ്പത്തിന് തുല്യം വിടുന്ന കണ്ണുള്ളവൻ. അർത്ഥിഗമ്യൻ, പ്രാർത്ഥിക്കുന്നവർക്ക് അഭയം നൽകുന്നവൻ. സദാചരൻ, ശ്രേഷ്ഠമായ പെരുമാറ്റമുള്ളവൻ. ശർവൻ, സംഹരിക്കുന്നവൻ. ശംഭു, മംഗള സ്വരൂപൻ. മഹേശ്വരൻ, മഹാനായ ഈശ്വരൻ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ശിവപര്യായ പദങ്ങളെ കൊണ്ട് ശിവനെ 1000 നാമങ്ങൾ കൊണ്ട് പൂജിക്കുന്ന കാഴ്ചയാണ് നാം ഈ ശിവസഹസ്രനാമാവലിയിൽ വിഷ്ണു ഭഗവാൻ ശിവപൂജ ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുത്തുന്നത്. നമ്മളും ഇതേപോലെ ഇപ്പോൾ ശിവനെ പ്രത്യക്ഷപ്പെടേണ്ട ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സംഹാരരുദ്രനായ രുദ്രഭഗവാനെ പ്രീതിപ്പെടുത്താൻ നമുക്ക് ഈ സഹസ്രനാമാവലി വീണ്ടും വീണ്ടും ജപിക്കാവുന്നതാണ്. ഞാനത് ശിവ സഹസ്രനാമാവലി നമുക്ക് നോക്കാം. നമഃ പരായ ദേവായ ശങ്കരായ മഹാത്മനെ കാമിനെ നീലകണ്ഠായ നിർമ്മലായ കവർദിനെ നിർവികൽപ്പായ ശാന്തായ നിരഹങ്കാരിണേ നമഃ അനഘായ വിശാലായ സാലഹസ്തായ തേ നമഃ നിരഞ്ജനായ സർവായ ശ്രുതായ ച പരമാത്മനെ
നമഃശിവായ ഭാർഗായ ഗുണാതീതായ വേദസേ മഹാദേവായ പീതായ പാർവതീപതേ നമ കേവലായ മഹേശായ വിശുദ്ധായ ബുധാത്മനെ കൈവല്യായ സുദേശായ നിസ്പൃഹായ സ്വരൂപിണേ നമ സോമവിഭൂഷായ കാലയോ അമിത തേജസ്സേ അജരായ ജഗൽപിത്രേ ജനകായ പിനാകിനെ നിരാധാരായ സിംഹായ മായാതീതായ തേ നമ ബീജായ സർപ്പഭൂഷായ പശുനാം പതയേ നമ പുരന്ദരായ ഭദ്രായ പുരുഷായ മഹീയസേ മഹാസന്തോഷരൂപായ ജ്ഞാനിനെ ശുദ്ധബുദ്ധായേ നമോ വൃത്തസ്വരൂപായ തപസേ പരമാത്മനെ പൂർവജായ സുരേശായ ബ്രാഹ്മണേ അനന്തമൂർത്തയെ നിരക്ഷരായ സൂക്ഷ്മായ കൈലാസപതയേ നമ നിരാമയായ കാന്തായ നിരാതങ്കായ തേ നമ നിരാലംബായ വിശ്വായ നിത്യായ യതേ നമ ആത്മാരാമായ ഭവ്യായ പൂജ്യായ പരമേഷ്ഠിനെ വികർത്തനായ സൂര്യായ ശംഭവേ വിശ്വരൂപിണേ താരായ ഹംസനാഥായ പ്രതിസ്വര്യായ തേ നമ പരാവരേശേ രുദ്രായ ഭവായോ അലംഘ്യശക്തയേ ഇന്ദ്രതുംസ നിധീശയ കലാപഹന്ത്രേ മനസ്സിനെ വിശ്വമാത്രേ ജഗദ്ധാത്രേ ജഗന്നേത്രേ നമോ നമ ജഡിലായ വിരാഗായ പവിത്രായ മൃഡായ ച നിവേദ്യായ പാത്രായ സ്തോനാനാം പതയേ നമ നാദായ രവിനേത്രായ വ്യോമകേശായ തേ നമ ചതുർഭോഗായ സാരായ യോഗിനെ അനന്താഗാമിനെ ധർമ്മിഷ്ഠായ വരിഷ്ഠായ പുരത്രയ വിജ്ഞാതിനെ ഗിരിഷ്ഠായ ഗിരീശായ വരദായ നമോ നമ വ്യാഘ്രചർമാംബരയഥാ ദിശാവസ്ത്രായ തേ നമ പരമപ്രേമമന്ത്രായ പ്രഥമായ സൂചക്ഷുഷേ ആദ്യായ ശൂലഹസ്തായ ശിതികണ്ഠായ തേ നമ ഉഗ്രായ വാമദേവായ ശ്രീകണ്ഠായ നമോ നമ വിശേഷരായ സൂര്യായ ഗൗരീശായ വരായ ച മൃത്യുഞ്ജയായ വീരായ വീരഭദ്രായ തേ നമ കാമനാശായ ഗുരുവേ മുക്തിനാഥയായ തേ നമ വിരൂപാക്ഷായ സൂതായ വഗ്നിനേത്രായ തേ നമ ജലന്ധരശിരക്ഷോത്രേ ഹവിഷേ ഹിതകാരിണേ മഹാകാലായ വൈദ്യായ സംഘ്നയാശയ തേ നമ നമ ഓംകാരരൂപായ സോമനാഥായ തേ നമ രാമേശ്വരായ ശുരായ ഭൗമേശായ നമോ നമ ത്രംബകായ നിരീഹായ കേദാരായ നമോ നമ ഗംഗാധരായ കവയേ നാഗനാഥായ തേ നമ ഭസ്മപ്രിയായ സൂര്യായ ലക്ഷ്മീസ്രായ നമോ നമ പൂർണായ ഭൂതപതയേ സർവജ്ഞയ ദയാലവേ ധർമായ ധനദേശായ ഗജധർമാംബരായ ച ഫാലനേത്രതായ യജ്ഞായ ത്രിശൈലപതയേ നമ കൃഷാനുരേതസ നീലലോഹിതായ നമോ നമ അണ്ഡകാസുരതന്ത്രേ ച പാവനായ ബലായ ച ചൈതന്യായ ത്രിനേത്രായ ദക്ഷനാശകരായ ച നമ സഹസ്രശിരസേ ജയരൂപേ തേ നമ സഹസ്രചരണായ യോഗീ പദ്മാസിനെ സദ്യോജാതായ വന്ദ്യായ സർവദേവമയായ ച ആമോദായ പ്രഗൽഭായ ഗായത്രീ വല്ലഭായ ച
വ്യോമാകരായ വിപ്രായ നമോ വിപ്രപ്രിയായ ച അഘോരായ സുവേഷായ ശ്വേതരൂപായ തേ നമഃ വിവത്തായ വിദ്വത്തായ ചിത്രായ വിശ്വഗ്രാസായ നാന്ദിനെ അധർമ്മ ശത്രുരൂപായ ദ്വന്ദ്വഭേദാർത്ഥനായ ച അജാതശത്രുവേ തുഭ്യം ജഗത്പ്രാണായ തേ നമഃ നമോ ബ്രഹ്മ ശിരക്ഷേത്രേ പഞ്ചവക്ത്രായ ഖഡ്ഗിനെ നമസ്തേ ഹരികേശായ പഞ്ചവർണ്ണായ വജ്രിനെ നമ പഞ്ചാക്ഷരായാത ഗോവർദ്ധനതരായ ച പ്രഭവേ സർവലോകാനാം കാളകൂട വിഷാദിനെ സിദ്ധേശ്വരായ സിദ്ധായ സഹസ്രവദനായ ച നമ സഹസ്രഹസ്തായ സഹസ്രതനായ ച സഹസ്രമുക്തായ തുഭ്യം ജിഷ്ണവേ ജിതശത്രുവേ ശത്രവേ കാശിനാഥായ ഗേഹ്യായ നമസ്തേ വിശ്വസാക്ഷിണേ ഹേതവേ സർവജീവാനാം പാലകായ നമോ നമഃ ജഗത്സംഹാരകായാഥ ത്രിധാവസ്ഥായ തേ നമഃ ഏകാദശസ്വരൂപായ നമസ്തേ വഗ്നിമൂർത്തേ നരസിംഹ മഹാദർപ്പകാദിനെ ശർപ്പായ നാച്ച നരസിംഹ മഹാദർപ്പകാദിനെ ശരഭയേ ച ഭസ്മഭക്ത്യായ തീർത്ഥായ ജാഹ്നവീജനകായ ച ദേവദാനവദൈത്യാനാം ഗുരുവേ തേ നമോ നമഃ ദളിതാഞ്ജനാപാസായ നമോ വായുസ്വരൂപിണേ സ്വേച്ഛാമന്ത്രസ്വരൂപായ പ്രസിദ്ധായ ആത്മനേ നമഃ വൃഷധ്വജായ ഗോഷ്ഠ്യായ ജഗദ്യന്ത്ര പ്രവർത്തിനെ അനാഥായ പ്രജാശയ വിഷ്ണുഗർഭഹരായ ച ഹാരാവിധാതു കലഹനാശനായ നമോ നമഃ നമസ്തേ ദശഹസ്തായ ഗഗനായ നമോ നമഃ. ഈ വിശേഷണമാണ് ഏറ്റവും പ്രധാനം. കലഹനാശനായ നമോ നമഃ. അങ്ങനെ കലഹനാശനായ നമോ നമഃ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശിവസ്തോത്രമാലയുടെ അർത്ഥഗാംഭീര്യം മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. ഓം ശിവായ നമഃ.